എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ബാലശങ്കരം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബാലശങ്കരത്തിന്റെ രണ്ടാമത്തെ സെഷനിലെ 14ാമത്തെ ക്ലാസ് ആണ്. അതുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർക്കും അതേപോലെ മറ്റുള്ള കുട്ടികൾക്കും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി ഗുരുസ്മരണയ്ക്കും തുടർന്നുള്ള കാര്യങ്ങൾക്കുമായി നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ശ്രീമതി ഉഷ അന്തർജനത്തിനെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ജയശങ്കര. എല്ലാവരും തയ്യാറല്ലേ? ഖ്യാൻ എന്തു പറയുന്നു? നമുക്ക് വന്ദന ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ബാലശങ്കരം തുടങ്ങാം. ആദ്യമായിട്ട് ശാന്തി മന്ത്രം ചൊല്ലാം. ശാന്തി മന്ത്രം ചൊല്ലുന്നതിന് ദേവിക മോളെ സാദരം ക്ഷണിക്കുന്നു. ശാന്തി മന്ത്രം സഹനാവവതു. കേക്കാമോ? കേക്കാം കേക്കാം. ചൊല്ലിയാട്ടെ. സഹനാവവതു സഹനൗ ഭുനക്തു വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ സന്തോഷം മോളെ. അടുത്തതായിട്ട് ഗുരുവന്ദനമാണ്. ശ്രുതിസ്മൃതി പുരാണാന ചൊല്ലുന്നതിലേക്ക് അമൃതവർഷിണി മോളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഗുരുവന്ദനം. നമസ്തേ. ജയശങ്കര. ഓം ശ്രുതിസ്മൃതി പുരാണാനാം ആലയാം കരുണാലയാം നമാമി ഭഗവത് പാദശങ്കരം ലോകശങ്കരം. ജയശങ്കര. വളരെ സന്തോഷം മോളെ. അടുത്തതായിട്ട് ഗണപതി വന്ദനത്തിനായി ദേവി മോനെ വിളിക്കും. ദേവി. ഓം വക്രതുണ്ഡം മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ജയശങ്കർ. വളരെ സന്തോഷം മോനെ. ഗണപതി വന്ദനം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് സരസ്വതി ദേവിയെ സ്മരിക്കാം. സരസ്വതി വന്ദനത്തിനായി ദ്രുപദിനെ ക്ഷണിക്കുന്നു. സ്നേഹ ജയശങ്കര. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ജയശങ്കര. വളരെ സന്തോഷം മോനെ. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ശ്ലോകം, വന്ദന ശ്ലോകം ചൊല്ലാൻ ഉണ്ടോ? പേര് ഇത്രയും പേരാണ് തന്നിരിക്കുന്നത്. ഇനി ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ, പേര് തന്നിട്ടില്ലെങ്കിൽ തന്നെ അവർക്ക് ചൊല്ലാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. വന്ദന ശ്ലോകമാണോ മോനെ? മോൻ സമർപ്പണം കായേന വാചായിക്കല്ലയോ പേര് തന്നേക്കുന്നത്? അത് നമ്മുടെ പരിപാടി കഴിയുമ്പോഴാണ് സമർപ്പിക്കുക. വേറെ എന്തെങ്കിലും ചൊല്ലുന്നോ മോനെ? ഇല്ല. മോനെ ഏറ്റവും അവസാനം കായേന വാച, അതിനാ മോൻ പേര് തന്നേക്കുന്നത്. ഇപ്പം വേറെ ആരെങ്കിലും ചൊല്ലുന്നുണ്ടോ? ഓക്കെ. ഏതാ? സദാശിവയാണോ? ചൊല്ലാം. പേര് പറഞ്ഞു. നമസ്തേ പറയൂ. നമസ്തേ പറയുന്നത് പറയും. രുദ്രാണിയുടെ മൈക്ക് മ്യൂട്ടാണ്. കേൾക്കുന്ന മൈക്ക് ഓണാണല്ലോ. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. എന്നാ പറയൂ. നീ പറയുവാ.
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എന്താ? വളരെ ജയശങ്കര. സന്തോഷം. വളരെ സന്തോഷം. ഇനി ആരെങ്കിലും ഉണ്ടോ? നമ്മള് ആദ്യം പഠിച്ച വന്ദന ശ്ലോകങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്കിനിയും പുതിയ വന്ദന ശ്ലോകങ്ങളൊക്കെ പഠിക്കാം. ഉഷയുടെ രുദ്രാണി എന്തോ പറയുന്നുണ്ട്. രുദ്രാണി, പക്ഷെ രുദ്രാണിയുടെ മൈക്ക് മ്യൂട്ട് ആണോ എന്താണെന്ന് അറിയില്ല. ശബ്ദം കേൾക്കുന്നില്ല. ആ. രുദ്രാണിയുടെ മൈക്ക് മ്യൂട്ടാണ്. മോള് ശാന്തി മന്ത്രം ചൊല്ലാൻ പേര് തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ചൊല്ലുന്നുണ്ടോ രുദ്രാണി മോളെ? നെറ്റ്വർക്ക് ഇഷ്യൂആണ്. ഓക്കെ, നമുക്ക് പുതിയ ഒരു കാര്യം കൂടെ പറയുവാണ്. നമ്മള് ഒരു മിനിറ്റ്, രുദ്രാണി റെഡിയാണ്. ഓക്കെ, സന്തോഷം. ചൊല്ലിയാട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സന്തോഷം. നമുക്കത് സമർപ്പണം ചെയ്യുമ്പോഴാണ് നമ്മളത് ചൊല്ലാറുള്ളത്. കാര്യമില്ല, കുഴപ്പമില്ല. അപ്പോഴേ നമ്മുടെ സംഘടനയുടെ പേരെന്തുവാ? നമ്മളിപ്പോ ഏത് സംഘടനയുടെ പേരിലാണ് ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്? ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. ഏതാ സംഘടന? എല്ലാരും മൈക്ക് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ സംഘടനയിലാണ് നമ്മുടെ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. അതിലെ കുട്ടികൾക്കുള്ള വിഭാഗമാണ്. പല വിഭാഗമുണ്ട്. പ്രായമായവർക്ക്, പിന്നെ വേദങ്ങൾ പഠിക്കാന്, ശങ്കരാചാര്യ സ്വാമികളുടെ സ്തോത്രങ്ങൾ പഠിക്കാൻ, അങ്ങനെ പലവിധ സംസ്കൃതം പഠിക്കാന്, അങ്ങനെ പലവിധ പരിപാടികൾ ഉള്ളതില് കുട്ടികൾക്കുള്ള പരിപാടിയാണ് നമ്മുടെ ബാലശങ്കരം. നമ്മുടെ പരിപാടി ബാലശങ്കരം നമുക്കുള്ളതാണ്. അപ്പോഴേ ഈ ബാലശങ്കരം എന്ന് പറയുന്നത്, ശങ്കരം എന്നതിനകത്തിലുണ്ടല്ലോ ബാലശങ്കരം, ശങ്കരാചാര്യ സ്വാമികളുടെ പേരിലുള്ളതാ. ആരാണ് ശങ്കരാചാര്യ സ്വാമികള്? ജഗദ്ഗുരുവാണ്. ജഗദ്ഗുരുവാണ്. ജഗത്തിന്റെ മുഴുക്ക ഗുരുവാണ്. ജഗത്തെ ലോകം, ലോകത്തിന്റെ മുഴുക്ക, ഭാരതത്തിന്റെ അല്ല, ലോകത്തിന്റെ മുഴുക്ക ഗുരുവാണ് ജഗദ്ഗുരുവായ ആദിശങ്കരാചാര്യ സ്വാമികൾ. ഭഗവാൻ വേദവ്യാസന് ശേഷം, നിങ്ങൾക്കൊക്കെ അറിയരുതോ, മഹാഭാരതം, വേദങ്ങള്, വേദാന്തങ്ങള്, ഉപവേദങ്ങള്, ഉപനിഷത്തുകള് ഒക്കെ രചിച്ചതാരാ? 18 പുരാണങ്ങള്. ആരാണ് ഇതൊക്കെ രചിച്ചത്? വളരെ കറക്റ്റ്, വേദവ്യാസനാണ്. അപ്പം വേദവ്യാസന് ശേഷം വേദവ്യാസന്റെ അനുഗ്രഹത്തോടുകൂടി ഇതിനൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ രചിച്ച ആളാരാണ്? ഭാഷ്യം രചിച്ച് നമുക്ക് മനസ്സിലാവുന്ന പോലെ ലളിതമായിട്ട് ഇതിനെയൊക്കെ നമുക്ക് തന്നതാണ് ശങ്കരാചാര്യ സ്വാമികൾ. ആ ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മദിനം നമ്മള് മെയ് 19-ാം തീയതി ശങ്കര സ്മൃതി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ശങ്കരാചാര്യ സ്വാമികളുടെ ജയന്തി വരുന്നത് മെയ് 21 നമ്മൾ ആചരിക്കുന്നത് മെയ് 19-ാം തീയതി കാലടിയിൽ വെച്ചാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ആ കാലടിയിൽ വെച്ച് നമ്മൾ ആ ശങ്കര സ്മൃതി ദിനം ആചരിക്കുമ്പോൾ ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് നമുക്കെല്ലാവർക്കും ചേർന്ന്, ബാലശങ്കരത്തിലെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചേർന്ന് പല പല കഥകളായിട്ട് നമുക്കൊന്ന് പറഞ്ഞാലോ? നമ്മൾ രാമായണത്തിന് നമ്മൾ ചെയ്തില്ലോ? രാമായണത്തിന്റെ അവസാനത്തെ ദിവസം നമ്മളെല്ലാം കൂടെ ഇല്ലയോ രാമായണം നടത്തിയത്? അതുപോലെ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് സംഘടനയോട് ചോദിക്കാം, നമുക്ക് 1 മണിക്കൂർ, എന്നിട്ട് ശങ്കരാചാര്യ സ്വാമികളുടെ ആ ജീവിതത്തിൽ കൂടെ തുടക്കം മുതല് അദ്ദേഹം സമാധിയിലാവുന്നത് വരെയുള്ള കാര്യങ്ങള് ചെറിയ ചെറിയ കഥകളായിട്ട്
നമുക്ക് ഓരോരുത്തർക്കും അവതരിപ്പിച്ചാലോ? എല്ലാരും തയ്യാറാണോ? കാലടിയിൽ വരണം. അതെ. അതെ. വളരെ സന്തോഷം, വളരെ സന്തോഷം. അതുപോലെ തന്നെ കഥ പറയാൻ ഞാൻ കഥയൊക്കെ നമ്മുടെ ഗ്രൂപ്പിലിടാം. ഒരു 6 7 കഥകൾ നമുക്ക് ഗ്രൂപ്പില് വിശദമായിട്ടിടാം. നിങ്ങൾക്കത് വായിച്ചു പഠിക്കാം. നിങ്ങളുടെ മാർച്ചിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൂ ഈ ശങ്കര സ്മൃതി ദിനം വരുന്നത്. സോറി, ഏപ്രിൽ 19. അപ്പോഴത്തേക്കും ഈ അവധിക്കാലത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ചെറിയ ചെറിയ കഥകളായിരിക്കും. അപ്പൊ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അതിങ്ങനെ ആ സ്റ്റേജിൽ നിന്ന് വിശിഷ്ടാതിഥികളുടെ മുമ്പിൽ നിന്ന് ശങ്കര ഭഗവതിയുടെ ജീവചരിത്രത്തിലൂടെ ഒരു നമുക്ക് നടത്താം. ഓക്കെ, എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ? വളരെ സന്തോഷം. അതിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും കഠോപനിഷത്തിന്റെ ഒരു കോപ്പിയും സമ്മാനമായിട്ട് വിശിഷ്ടാതിഥികടയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത ക്ലാസ്സിലുമായിട്ട് പറയാം. കൂടാതെ മാർച്ച് 31 ശേഷം ഞാനിത് നമ്മുടെ ഗ്രൂപ്പിലും ഇടാം. അപ്പം ഗ്രൂപ്പിലിടുമ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഇന്നത് ഭാഗം, ഇന്ന കഥ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ വന്ദന ശ്ലോകം ഇന്നത് ഞാൻ ചൊല്ലാം എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും പറയണം, ഇന്ന കഥ ഞാൻ പറയാം എന്ന് പറയണം. അതോടുകൂടി അപ്പൊ ഒരു 5 6 കഥ നമുക്ക് പറയാം. അതുപോലെ തന്നെ ശങ്കരാചാര്യ സ്വാമികളുടെ കൃതികൾ, ധാരാളം സ്തോത്രങ്ങള് ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ രചിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ഏതെങ്കിലും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് 5 ശ്ലോകങ്ങളൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്, ധാരാളമുണ്ട്. അതിലേതെങ്കിലും നിങ്ങൾ ഓരോരുത്തരും പഠിക്കുക. അത് പിന്നെ കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ കാണാതെ പഠിച്ചാൽ വളരെ സന്തോഷം. ഇനി അഥവാ കാണാതെ പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ കൊച്ചു പ്രായമായതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി അഥവാ പറ്റിയേല, ഇടയ്ക്ക് വിട്ടു പോകുമോ എന്ന് സംശയം ഉണ്ടെങ്കിൽ നോക്കിയും ചൊല്ലാം. എഴുതിക്കൊണ്ടോ പ്രിന്റ് എടുത്തിട്ട് വന്നോ ഒക്കെ ചൊല്ലാം. അപ്പൊ മാതൃപഞ്ചകമുണ്ട്, മനീഷ പഞ്ചകമുണ്ട്, പിന്നെ ഗുരു അഷ്ടകമുണ്ട്. അങ്ങനെ കുറച്ച് നമുക്ക് സെലക്ട് ചെയ്ത് ഒരു 5 സ്തോത്രങ്ങളും കൂടെ ചൊല്ലാം. ഇപ്പൊ എല്ലാവരും തയ്യാറാണല്ലോ? ഇന്ന് ഇതിനകത്തിൽ എത്താത്തവരോടും നമുക്ക് ഗ്രൂപ്പിൽ കൂടെ ആ വിവരമെല്ലാം അറിയിക്കാം. അങ്ങനെ ശങ്കരാചാര്യ സ്വാമികൾ ആരാണ്, എന്താണ്, എന്തൊക്കെയാണ് സ്വാമിജികള് ഈ ഭാരതത്തിന് വേണ്ടി, ഈ ആർഷ ഭാരതത്തിന്റെ സനാതന ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി എന്താണ് ചെയ്തത്, അനാചാരങ്ങളെയും തെറ്റായ പ്രവണതകളെയും ഒക്കെ അദ്ദേഹം എങ്ങനെ ഇല്ലായ്മ ചെയ്ത് ആർഷഭാരതത്തെ ശുദ്ധമാക്കി എടുത്തു, ഇതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പൊ നമ്മള് മലപ്പുറം ജില്ലയില് ഇപ്പൊ ഒരു സംഭവം നടന്നല്ലോ. എന്തായിരുന്നു നടന്നത്? കുംഭമേള. നമ്മുടെ കേരളത്തിൽ നമ്മൾ അങ്ങനെ ഒരു കുംഭമേള ഇതുവരെ കേട്ടിട്ടേ ഇല്ല. ഉണ്ടോ? ഇല്ല. ഇപ്പൊ നമുക്ക് ഈ സന്യാസി ശ്രേഷ്ഠന്മാരുടെ മഹാമണ്ഡലേശ്വരായ അഖാഡ സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ മഹാമണ്ഡലേശ്വരായ സ്വാമി സാധു ആനന്ദവനം ഭാരതി സ്വാമികളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും പണ്ട് കാലത്ത് നിലനിന്നിരുന്ന, പണ്ട് കാലത്ത് ഇത് കുംഭമേള ഇവിടെ നടന്നിരുന്നതാണ്. അത് പിന്നെ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും ഒക്കെ കേരളത്തെ പിടിച്ചെടുക്കാൻ വന്ന് ഇതൊക്കെ മാമാങ്കം എന്നുള്ള നിലയില് വേറൊരു വേർഷനിലേക്ക് അങ്ങ് പോയതാ. ഇപ്പോഴ് സ്വാമിമാരുടെ എല്ലാം പ്രയത്നഫലമായിട്ട് ഈ മഹർഷീശ്വരന്മാരാണ് നമ്മുടെ സനാതന ധർമ്മത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നവര്. വിട്ടുപോവാതെ നമ്മൾ ആദ്യം ചൊല്ലുമല്ലോ, നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം ച തൽപുത്ര പരാശരഞ്ച എന്ന് ചൊല്ലത്തില്ലായിരുന്നോ ഗുരുവന്ദനത്തില്? അപ്പം ഭഗവാൻ നാരായണനിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഗുരു പരമ്പരകളിൽ കൂടി സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. അങ്ങനെ ഗുരു പരമ്പരകളിൽ കൂടി
നമുക്ക് കിട്ടിയിട്ടുള്ള ആ ആർഷ സംസ്കാരത്തെ നശിച്ചു പോവാതെ വീണ്ടും ഒരു ദീപം പ്രോജ്വലിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മളാൽ കഴിയുന്നത് ഈ സംസ്കാരത്തെ വളർത്താൻ, നമുക്ക് എന്തെങ്കിലും അറിവുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ അനിയത്തിമാരോടും സഹോദരങ്ങളോടും കൂട്ടുകാരോടും ഒക്കെ നിങ്ങൾ അറിഞ്ഞതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇനി ഈ ശങ്കര ജയന്തി കഴിയുന്നത് വരെ നമ്മൾ ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് മാത്രം പറയാം. അത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ആർഷഭാരത സംസ്കാരം, എന്തൊക്കെയാണ് നമ്മൾ ദൈനംദിന ജീവിതത്തില് നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടത്, നമ്മുടെ ധർമ്മം എന്താണ്, ഇതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശങ്കരാചാര്യ സ്വാമികളുടെ അച്ഛന്റെ പേരെന്തായിരുന്നു? ശിവഗുരു. ഓർത്തോണേ, ശിവഗുരു. അമ്മയുടെ പേര് ആര്യാമ്പ. ശങ്കരാചാര്യ സ്വാമികളുടെ അച്ഛന്റെ പേര് ശിവഗുരു, അമ്മ ആര്യാമ്പ. ഈ ശിവഗുരുവും മഹാപണ്ഡിതനും പഠിച്ച ഒരു സംസ്കൃത വിദ്വാനും ഒക്കെയായിരുന്നു. പക്ഷേ ഗുരുകുലത്തിലെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഗൃഹസ്ഥാശ്രമമൊന്നും വേണ്ട, പിന്നെ സന്യാസം സ്വീകരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ച് സന്യാസം സ്വീകരിച്ചു പോകാമെന്നുള്ള വിചാരത്തിൽ ഉള്ള യാത്രക്കിടയില് അദ്ദേഹത്തിന് അങ്ങനെ അല്ല, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ഒരു മുമ്പോട്ട് പോകണം എന്നുള്ള ഉൾവിളി ഉണ്ടാവുകയും അദ്ദേഹം തിരിച്ചില്ലത്ത് വന്ന് അതുപോലെ തന്നെ പണ്ഡിതയായ സർവ ജ്ഞാനവും നേടിയതായ ആര്യാമ്പയെ വേളി കഴിക്കുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് കാലങ്ങളിൽ ചെന്നിട്ടും അവർക്ക് മക്കളുണ്ടായി. ശിവഗുരുവിനും ആര്യാമ്പയ്ക്കും മക്കളുണ്ടായില്ല. അപ്പൊ അവർക്ക് വിഷമമായി. അപ്പൊ അവരൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി അവരെന്തു ചെയ്തു? ശിവഗുരുവിന്റെ സ്വപ്നത്തിൽ ഭഗവാൻ വടക്ക് വന്ന് ഭജനം ഇരിക്കുന്നതിനെ കുറിച്ച് ഓർമ്മ. അങ്ങനെ ശിവഗുരുവും ആര്യാമ്പയും കൂടെ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്നു. ഭജനമിരുന്ന് കഴിഞ്ഞപ്പോ സ്വപ്നത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് സൽപുത്രനെ ലഭിക്കുമെന്ന് അനുഗ്രഹിച്ചത് കൊണ്ട് അവര് തിരിച്ച് ഇല്ലത്തേക്ക് വന്നു. അങ്ങനെ ആര്യാമ്പ ഗർഭിണിയാവുകയും വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷമിയിൽ പുണർദം നക്ഷത്രത്തിൽ ഭഗവാൻ ശങ്കരൻ ജനിക്കുകയും ചെയ്യുന്നു. എന്താണ് ശങ്കരാചാര്യ സ്വാമികളുടെ നാള്? നക്ഷത്രം ഉണർദം. ഏതു മാസത്തിലാണ് ജനിച്ചത്? വൈശാഖ മാസത്തില്. ഓക്കെ, അങ്ങനെ. അപ്പം ഈ കുഞ്ഞു ആര്യാമ്പയുടെ വയറ്റിലിരിക്കുമ്പം തന്നെ ശിവഗുരു പണ്ഡിതനാണ്, എല്ലാം അറിയാവുന്ന ആളാണ്, ഗുരുകുലം നടത്തുന്നുണ്ട്. ആര്യാമ്പയും വിദുഷിയാണ്. അവര് രണ്ടുപേരും അകത്ത് കിടക്കുന്ന കുഞ്ഞ് എല്ലാം പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ശിവഗുരു ആര്യാമ്പയെ തൊട്ടുകൊണ്ട് വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഒക്കെ സർവശാസ്ത്രങ്ങളും ഉറക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ അമ്മ ആര്യാമ്പയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് കുഞ്ഞു ശങ്കരൻ കേട്ടു പഠിച്ചു. അതുകൊണ്ട് കുഞ്ഞ് ജനിച്ചപ്പോ തന്നെ കുഞ്ഞിനൊരുമാതിരി കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനുള്ള ബുദ്ധിയും കഴിവും എല്ലാം ഉണ്ട്. ഇപ്പൊ കുഞ്ഞ് ജനിച്ചപ്പോ തന്നെ കുഞ്ഞിനെ സന്യാസം, കുഞ്ഞ് ജനിച്ചു ഉപനയനം നടക്കുമ്പോഴത്തേക്ക് ശിവഗുരു അങ്ങ് മരിച്ചുപോയി. അത് കഴിഞ്ഞ് ആര്യാമ്പ കുഞ്ഞിനെ വിദ്യാഭ്യാസത്തിനായിട്ട് ഗുരുകുലത്തിൽ വിട്ടു. അവിടെ ഗുരുകുലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ കൂടുതൽ ജിജ്ഞാസുവാണ്. എങ്ങനെ ഈ പ്രപഞ്ചമുണ്ടായി, ആരാണ് ആദ്യം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്, ഒരു വിത്തിൽ നിന്ന് വലിയ മരം എങ്ങനെ ഉണ്ടാവുന്നു, ചില വിത്തിൽ നിന്ന് മരങ്ങൾ ഉണ്ടാവുന്നില്ലല്ലോ, കാറ്റെങ്ങനെ വരുന്നു, നമ്മളെങ്ങനെ ഉണ്ടായി, നമ്മളെങ്ങനെ വളരുന്നു,
ഇങ്ങനെ പല പല സംശയങ്ങൾ ആ കുഞ്ഞില് ഉണ്ടായി. എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന തത്വം എന്നുള്ള ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞ് ശങ്കരനിൽ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനൊന്നും ജീവിച്ചാല് ഇതൊന്നും അറിയാൻ പറ്റത്തില്ല, സന്യാസം സ്വീകരിക്കണമെന്നുള്ള അതിഭയങ്കരമായ ആഗ്രഹമുണ്ടായി. പക്ഷെ ആര്യാമ്പയ്ക്ക് ആരേ ഉള്ളൂ? തന്നെ ഈ ബാലശങ്കരൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ബാലശങ്കരൻ അങ്ങ് സന്യാസത്തിന് പോയാൽ അമ്മയ്ക്ക് ആരെങ്കിലും കൂട്ടുണ്ടോ? ഇല്ല. ഓർത്ത് അമ്മയ്ക്ക് വിഷമമായി. അമ്മ പറഞ്ഞു, വേണ്ട മോൻ സന്യാസം സ്വീകരിച്ച് ഗുരുവിനെ തേടി പോയാൽ എനിക്ക് പിന്നെ ആരുമില്ലാതാകും. അപ്പൊ അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ശങ്കരൻ അടുത്തുള്ള ഗുരുകുലത്തിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ പഠിച്ചു. അച്ഛനിൽ നിന്ന് കിട്ടിയ അറിവുകളൊക്കെ ഉണ്ട്. പിന്നെ താളിയോലകളിൽ തന്നെ എടുത്തു വെച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനൊന്നും ആയാല് യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ശരിയായ അറിവ് കിട്ടൂ എന്ന് മനസ്സിലാക്കിയിട്ട് ശങ്കരൻ സന്യാസം സ്വീകരിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം, അത് ഒരു കഥയായി പറയാൻ പോകുന്നത്. കഥ 1, മുതലക്കടവ്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? കാലടിയില്. അപ്പം മുതലക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ. ആ മുതലക്കടവ് നമുക്ക് കാണാം. ആ മുതലക്കടവിന്റെ കഥ പറയാം. അപ്പൊ ഈ കഥ നിങ്ങൾ പറയേണ്ടതാണ്, ആരെങ്കിലും ഒരാള്. അപ്പൊ മുതലക്കടവിന്റെ കഥ പറയാം. അപ്പൊ കുഞ്ഞു ശങ്കരൻ ആര്യാമ്പയോട് പല ആവർത്തി സന്യാസം സ്വീകരിക്കാൻ എന്നെ അനുഗ്രഹിച്ചു വിടണമെന്ന് പറഞ്ഞിട്ടും അമ്മയ്ക്ക് ഏക മകനെ സന്യാസം സ്വീകരിച്ചു വിടാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് വിഷമിച്ചിരിക്കുമ്പോഴ് ഒരു ദിവസം അമ്മയും മോനും കൂടെ കുളിക്കാനായിട്ട് പൂർണ്ണ നദിയിൽ കുളിക്കാൻ പോകുന്നു. അങ്ങനെ കുളിക്കാൻ പോയി കഴിഞ്ഞപ്പോ അമ്മ വസ്ത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നു. മോൻ വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലിലൊരു മുതല പിടികൂടുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും മുതല പിടിവിടുന്നില്ല. എല്ലാരും കൂടെ ശ്രമിച്ചിട്ടും മുതല കുഞ്ഞിന്റെ കാലിൽ നിന്ന് പിടിവിടുന്നില്ല. അപ്പൊ കുഞ്ഞു പറയുന്നു, അമ്മേ, എന്നെ സന്യാസത്തിനായി വിടാമെന്ന് പറയൂ, അല്ലെങ്കിൽ എന്തോ പറ്റും, മുതല ഇപ്പൊ എന്നെ പിടിച്ചു തിന്നും. സന്യാസം എന്ന് പറഞ്ഞാല് വേറൊരു അടുത്ത ജന്മമാണെന്നൊരു സങ്കല്പം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിവൃത്തിയില്ലാതെ കുഞ്ഞിനെ മുതല കഴിക്കുന്നതിലും ഭേദം അവൻ സന്യാസിയായിട്ട് പോകുന്നതാണെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ട് അമ്മ സന്യാസം സ്വീകരിക്കാൻ സമ്മതിക്കുന്നു. അങ്ങനെ പൂർണ്ണ നദിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഈ കാലിൽ പിടിച്ചിരുന്ന മുതല അപ്പൊ തന്നെ പോവുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അപ്പൊ ആ മുതലക്കടവ് എന്ന് പറയുന്നത്, ആ കടവിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അച്ഛന്റെ പേരും അമ്മയുടെ പേരും അവര് മക്കളുണ്ടാവാൻ വേണ്ടി ഏത് ക്ഷേത്രത്തിലാണ് പോയി ഉപാസന നടത്തിയതെന്നുള്ളതും, അതുപോലെ തന്നെ എന്നാണ് കുഞ്ഞു ശങ്കരൻ അവർക്ക് മകനായി ജനിച്ചതെന്നും, അതുപോലെ അച്ഛൻ അമ്മയുടെ വയറ്റിൽ കുഞ്ഞു കിടന്നപ്പോ തന്നെ ഈ കഥകളെല്ലാം, പുരാണ ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം ഉറക്കെ പറഞ്ഞ് അമ്മയുടെ ഉള്ളിൽ കിടന്ന കുഞ്ഞിനെ ഗ്രഹിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞിട്ട് മുതലക്കടവിലെ കഥ. ഇതൊരു പ്രയാസവുമില്ലല്ലോ മുതലക്കടവിലെ കഥ പറയാൻ. രണ്ടുപേരും കൂടെ കുളിക്കാൻ പോകുന്നു, മുതല പിടിക്കുന്നു. മുതലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സന്യാസം സ്വീകരിക്കാൻ സമ്മതിക്കണമെന്ന് അമ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അമ്മ സമ്മതിക്കുന്നു. അത് ഞാൻ കഥയായിട്ട് എഴുതിയിടാം. അപ്പൊ അത്രയും പറയുന്നു. അങ്ങനെ അമ്മ സമ്മതിക്കുന്നു, അവര് തിരിച്ചു വരുന്നു. ഇനി രണ്ടാമത്തെ കഥ പറയാം. ഇനിയും അമ്മയ്ക്ക് വേണ്ടി പൂർണ്ണ നദി വഴി തിരിഞ്ഞ് ഇല്ലത്തിനടുത്തുകൂടെ ഒഴുകുന്ന കഥയാണ്. അപ്പൊ കുഞ്ഞു ശങ്കരൻ സന്യാസം സ്വീകരിക്കാൻ സമ്മതിച്ചു. നല്ല ആത്മജ്ഞാനത്തെ നേടിക്കൊണ്ട് ധ്യാനവും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വളരെ എന്താണ് പറയേണ്ടത്,
ആത്മജ്ഞാനം നേടിയ ഒരാളായി, കുഞ്ഞാണെങ്കിൽ പോലും ധ്യാനത്തിൽ കൂടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് കിട്ടി, കുഞ്ഞു ശങ്കരന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ എന്നും വളരെ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് പൂർണ്ണാനദിയിൽ പോയി കുളിച്ച് മഹാദേവനെ വണങ്ങുന്ന പതിവുണ്ട്. അപ്പം അമ്മയ്ക്ക് പ്രായമായി. ഒരു ദിവസം അമ്മ ഇതുപോലെ പൂർണ്ണാനദിയിൽ കുളിക്കാൻ പോയ വഴിക്ക് അമ്മ ക്ഷീണം കൊണ്ട് വഴിയിൽ വീണുപോയി. ശങ്കരൻ ഈ സമയത്ത് ഇല്ലത്തിരുന്ന് താളിയോലെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരമായിട്ടും അമ്മയെ കാണാഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യുന്ന അന്വേഷിച്ച് ശങ്കരൻ ചെന്നപ്പോ അമ്മ തളർന്ന് വഴിയിൽ വീട് കിടക്കുന്നതാണ് കണ്ടത്. ഇത്രയും ദൂരം നടന്ന് പൂർണ്ണാനദി വരെ നടന്ന് കുളിച്ചു വരുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് ക്ഷീണമെന്ന് കണ്ടിട്ട് ശങ്കരൻ വിചാരിച്ചു, പൂർണ്ണാനദിയെ ഇല്ലത്തിനടുത്തൂടെ അങ്ങ് ഒഴുക്കിയാല് ഇനി അമ്മയ്ക്ക് കുളിക്കാൻ അത്രയും ദൂരം നടക്കണ്ടായല്ലോ, എളുപ്പമല്ലയോ എന്ന് വിചാരിച്ച് ശങ്കരൻ എന്ത് ചെയ്തു, അമ്മയെ കൊണ്ടുവന്ന് ഇല്ലത്തൊക്കെ ഇരുത്തിയതിനു ശേഷം ശങ്കരൻ തിരിച്ച് പൂർണ്ണാനദിക്കരയിൽ ചെന്ന് ഒരു വലിയ പാറക്കെട്ടിന് മുകളിൽ കയറിയിരുന്ന് ധ്യാന നിമഗ്നനായി പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് ധ്യാനിച്ചു. ധ്യാനത്തില് ഭഗീരഥ മഹർഷി സ്വർഗത്തിൽ നിന്നും ഗംഗയെ ഭൂമിയിലേക്ക് ആവാഹിച്ചതും മഹാദേവൻ, ആ കഥ അറിയാമോ? മഹാദേവൻ ആ ഗംഗയെ തിരുജടയിൽ സ്വീകരിച്ചു. കാരണം ഭൂമിക്ക് സ്വർഗത്തിൽ നിന്ന് ഒറ്റയടിക്ക് ഗംഗ ഭൂമിയിലേക്ക് പതിക്കുകയാണെങ്കിൽ ആ ശക്തി ഗംഗാനദി പെട്ടെന്ന് ഭൂമിയിലേക്ക് പതിക്കുമ്പം വളരെ ഉയരത്തിൽ നിന്ന് പതിക്കുമ്പം ആ ഭാരം, ആ ശക്തി താങ്ങാൻ ഭൂമിക്ക് പ്രയാസമാണെന്ന് കണ്ടുകൊണ്ട് മഹാദേവൻ സ്വർഗത്തിൽ നിന്നുള്ള ഗംഗയുടെ ആ ഒഴുക്കിനെ തൻ്റെ ജടയിലേക്ക് സ്വീകരിച്ചു. എന്നിട്ട് ജടയിൽ നിന്ന് സാവധാനം ഗംഗ ഭൂമിയിലൂടെ ഒഴുകി ഭാരതത്തെ പവിത്രമാക്കി. ആ കഥയൊക്കെ ആ ധ്യാനത്തിലിരുന്നു കൊണ്ട് ഈ ശങ്കരൻ ഓർക്കുന്നു. ഇങ്ങനെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പ്രകൃതിയിലുണ്ടായ മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ സങ്കല്പം പ്രകൃതി ഏറ്റെടുത്ത് നടത്തിത്തരും. ഇവിടെ സംഭവിച്ചത്, ശങ്കരാചാര്യ സ്വാമികള് ബാലശങ്കരൻ അവിടെ ഇരുന്ന് ധ്യാനിച്ചപ്പോ പെട്ടെന്ന് ഒരു വലിയ കാറ്റും മഴയും ഒക്കെ കൂടെ വന്ന് മല ഇടിഞ്ഞ് താഴേക്ക് വീണ്, മലവെള്ളപ്പാച്ചിൽ അങ്ങനെ വരുന്നതൊക്കെ അറിയാമോ? നിങ്ങളൊക്കെ കേട്ടിട്ടില്ലയോ? വലിയ വെള്ളപ്പാച്ചിൽ വരുമ്പം പാറയെല്ലാം കൂടി ഇടിഞ്ഞ് മരങ്ങളെല്ലാം കൂടെ പിഴുത് ഒക്കെ വരും. അങ്ങനെ വന്നിട്ട് ഈ ഒരു കല്ല് പൂർണ്ണാനദിയിലേക്ക് പതിച്ച് പൂർണ്ണാനദി ഒഴുകിയിരുന്ന ഒഴുക്ക് ഗതി മാറി ഇല്ലത്തിനടുത്തൂടെ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ അമ്മയ്ക്ക് പൂർണ്ണാനദിയിൽ ഇനിയും ദൂരെ വരെ പോണോ? നദിതേ ഇല്ലത്തിനടുത്തൂടെ ഒഴുകും. നമുക്ക് ആ സ്ഥലവും കാലടിയിൽ പോകുമ്പോ കാണാം. നമ്മുടെ ശങ്കര സ്മൃതി ദിനത്തിന്റെ തലേ ദിവസം ഈ നമ്മുടെ സംഘടന ഒരു ആത്മായനം യാത്ര നടത്തുന്നുണ്ട്. ശങ്കരാചാര്യ സ്വാമികളുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ മുതലക്കടവിൽ പോകുന്നുണ്ട്, ശങ്കരാചാര്യ സ്വാമികൾ ജനിച്ച ഇല്ലത്ത് പോകുന്നുണ്ട്, പിന്നെ പൂർണ്ണാനദി വഴി മാറി ഗതി മാറി ഒഴുകിയ സ്ഥലത്ത് പോകുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടെ അന്നും യാത്ര ചെയ്ത് ഈ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് 19-ാം തീയതി സ്മൃതി ദിനത്തിലും പങ്കെടുക്കാം. ഇനി മൂന്നാമത്തെ കഥ പറയാം. മൂന്നാമത്തെ കഥയും നമ്മൾ പോകുന്ന സ്ഥലം തന്നെയാണ്. അങ്ങനെ ശങ്കരനെ സന്യാസം സ്വീകരിക്കാൻ സമ്മതിച്ചു അമ്മ. അങ്ങനെ ശങ്കരൻ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് ഗുരുവിനെ തേടി പോവാൻ യാത്ര പുറപ്പെടുകയാണ്. അപ്പൊ അവിടെ എറണാകുളം കേട്ടിട്ടുണ്ടോ? എറണാകുളത്തടുത്ത് ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാർ ഹിമാലയത്തിൽ നിന്ന് വന്ന് താമസിക്കുന്നുണ്ട്. അവിടെ വെച്ച് ഒരു സത്രം നടക്കുന്നു. അതിൽ പങ്കെടുക്കാൻ വന്ന കുറച്ച് ഋഷിമാരുടെ കൂടെ ഈ ശങ്കരനെ കൂടെ അമ്മ വിടുകയാണ്. അപ്പൊ ശങ്കരനെ സന്യാസം സ്വീകരിച്ച്
അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് പുറപ്പെടാൻ നേരം അമ്മ കുഞ്ഞു ശങ്കരന് യാത്രയ്ക്ക് സഹായമായിട്ട് ഒരു ദണ്ട് കൊടുത്തു. നമ്മൾ ശങ്കരാചാര്യ സ്വാമികളുടെ ഫോട്ടോ കാണുമ്പോൾ കയ്യിൽ എന്തോ ഉണ്ട്? ഒരു വടി പിടിച്ച് നിൽക്കുന്നേ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ ശങ്കരാചാര്യ സ്വാമികളുടെ പരമ്പരയിലുള്ള സ്വാമിമാരൊക്കെ ഇങ്ങനെ ദണ്ട് പിടിച്ചിരിക്കും, വടി. അതുപോലെ തന്നെ യാത്രക്കിടയില് കാറ്റും മഴയും വെയിലും മഞ്ഞും ഒക്കെ കൊണ്ടുവേണ്ടായോ പോവാൻ. അതുകൊണ്ട് അമ്മ ഒരു ഉത്തരീയം എടുത്ത് ശങ്കരന്റെ മുണ്ടനം ചെയ്ത, അതായത് മുടിയൊന്നുമില്ല, ആ തലയിലേക്ക് ഇട്ടുകൊടുത്തു. അവരെന്നിട്ട് ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് ശങ്കരൻ അങ്ങനെ ആ ഋഷിമാരുടെ കൂടെ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അവരവിടെ ചെന്ന് ആ സത്രത്തിലൊക്കെ പങ്കെടുത്ത് കുഞ്ഞു ശങ്കരന്റെ അറിവുകള് ആ സത്രത്തിൽ വന്ന വലിയ പണ്ഡിതന്മാർക്ക് പോലും അതിശയമുണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴ് സന്യാസിമാര് ഭിക്ഷാന്തേഹികളാണ്. ഭിക്ഷ വാങ്ങിച്ചാണ് അവർ കഴിയുന്നത്. ഓരോ വീടുകളിൽ ചെന്ന് ഭിക്ഷാന്തേഹി എന്ന് പറയും. അപ്പൊ ആ വീടുകളിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ആ വീട്ടിലെ അമ്മമാരെ സന്തോഷത്തോടെ ആദരവോടെ സന്യാസിമാർക്ക് കൊടുക്കും. അതാണ് അവരുടെ ഭക്ഷണം. ചിലപ്പം പാകം ചെയ്തതായിരിക്കും, ചിലപ്പം പാകം ചെയ്യാത്ത അരി, ഗോതമ്പ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും, പഴങ്ങള് ഒക്കെ ആയിരിക്കും. അങ്ങനെ ഭിക്ഷാന്തേഹികളായിട്ട് സന്യാസിമാരൊക്കെ ഓരോരോ ഗൃഹങ്ങളിലേക്ക് പോയി. ബാലശങ്കരനും ഭിക്ഷാന്തേഹിയായിട്ട് ഒരു ഇല്ലത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് അവിടുത്തെ അമ്മയോട് പാതുക്ക് നിന്നിട്ട് ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ അമ്മ ഇറങ്ങി വന്ന് നോക്കിയപ്പം ഒരു കൊച്ചു സന്യാസി ഭിക്ഷാന്തേഹിയായിട്ട് വന്നേക്കുന്നു. ആ ഗൃഹത്താണെങ്കിലോ ഈ സന്യാസിക്ക് കൊടുക്കാൻ ഒന്നും തന്നെ ഇല്ല. അവിടെ ഒരു സാധനം കഴിക്കാനുള്ളത് ഇല്ല. പിന്നെ എങ്ങനെ കൊടുക്കും? അപ്പൊ ആ അമ്മ വന്ന് കുഞ്ഞു ശങ്കരനോട് പറഞ്ഞു, ഇവിടെ അങ്ങേക്ക് തരാൻ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അമ്മ ചെന്ന് ഒന്നുകൂടെ നോക്കിയാട്ടെ, എന്തെങ്കിലും കാണും. കാരണം ഒരു സന്യാസി ഒരു ദിവസം ഒരു ഗൃഹത്തിൽ മാത്രമേ ഭിക്ഷ യാചിക്കാൻ പാടുള്ളൂ. ഇന്നിനിയും ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഇന്ന് ശങ്കരന് വേറൊരിടത്ത് പോയി ഭിക്ഷ ചോദിക്കാൻ പറ്റിയില്ല, ഒന്നും കിട്ടത്തുമില്ല. അതുകൊണ്ട് അമ്മ ഒന്നുകൂടെ ചെന്ന് നോക്കാൻ പറഞ്ഞു. അമ്മ എല്ലായിടവും പരതി നോക്കിയപ്പോ ഒരു ഭരണിയില് നെല്ലിക്ക കിടക്കുന്നത് കണ്ടു. ആ നെല്ലിക്ക എടുത്ത് ആർക്ക് കൊടുത്തു? ശങ്കരന് കൊടുത്തു. ആ ശങ്കരൻ ഇവിടുത്തെ ദാരിദ്ര്യം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സ്തോത്രം ചൊല്ലി. അതാണ് കനകധാരാ സ്തോത്രം. അമ്മ എപ്പോഴ് ഈ ബാലശങ്കരന് നെല്ലിക്ക കൊടുത്തു കഴിഞ്ഞ് കുഞ്ഞു ശങ്കരൻ അവിടെ നിന്ന് കനകധാരാ സ്തോത്രം മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലുന്നത് കേട്ട് കണ്ണുമടച്ച് പ്രാർത്ഥനയോടെ നിന്നു. കണ്ണു തുറന്നപ്പോ മുറ്റത്ത് ബാലശങ്കരനില്ല. പകരം എന്തുണ്ട്? സ്വർണ്ണ നാണയം. ധാരാളം സ്വർണ്ണ നാണയങ്ങൾ കിടക്കുന്നത് കണ്ടു. വളരെ ആ ഇല്ലത്തെ ദാരിദ്ര്യമെല്ലാം ഒരൊറ്റ സ്തുതിയിൽ കൂടി ഭഗവാൻ മാറ്റിക്കൊടുത്തു. അപ്പൊ അടുത്ത കഥ. ഈ സ്ഥലത്തും ഈ ഇല്ലത്ത് ഈ സ്വർണ്ണത്തുമന എന്നാ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മള് ഈ സ്വർണ്ണത്തുമനയിലും നമ്മുടെ യാത്ര പോകുന്നുണ്ട്. ഇനി അടുത്ത കഥയും കൂടെ പറഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുമോ? അങ്ങനെ യാത്ര ചെയ്ത് അവരങ്ങനെ സന്യാസം സ്വീകരിക്കുന്നതിന് വേണ്ടി, ഗുരുവിനെ കാണുന്നതിന് വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ പകല് മുഴുക്കെ യാത്ര ചെയ്ത് രാത്രി കാലങ്ങളില് എവിടെങ്കിലും ആശ്രമങ്ങളിലോ
അല്ലെങ്കിൽ മരത്തിന്റെ ചുവട്ടിലോ വല്ല ഗുഹയിലോ ഒക്കെ കഴിഞ്ഞ് നല്ല നീര് അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച് കാട്ടിലെ ഫലങ്ങളൊക്കെ കഴിച്ച് ഒക്കെയാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ അവര് ഒരു സത്രത്തിലെത്തിയപ്പോ അവിടെ വെച്ച് ആ രാത്രി ആ സത്രത്തിൽ കഴിഞ്ഞപ്പോ എല്ലാരും കൂടെ ചർച്ചകൾ നടത്തി. അതുപോലെ വഴിപോക്കരായിട്ട് വന്ന ധാരാളം സന്യാസിമാരും പണ്ഡിതരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാരും കൂടെ ജ്ഞാന ചർച്ചകൾ നടത്തിയപ്പോ ഇതിൽ ഏറ്റവും കൊച്ചുകുട്ടി ആരാണ്? നമ്മുടെ ബാലശങ്കരൻ. ബാക്കിയുള്ളവരെല്ലാം പ്രായമായവരാ. അപ്പൊ ഈ ബാലശങ്കരന് ഈ പ്രായം ചെന്നവരെക്കാട്ടിൽ അറിവുണ്ടെന്ന് കണ്ടിട്ട് അതിലെ സോമഭട്ടൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ പറഞ്ഞു, കുഞ്ഞിനെ ഇതിൽ കൂടുതൽ അറിവ് തരാൻ കഴിയുന്ന ഒരേ ഒരാളെ ഉള്ളൂ. അതാരാണ്? മാഹിഷ്മതിയിലെ ഗൗഡപാദർ എന്ന് പറയുന്ന ആചാര്യനാണ്. അദ്ദേഹം എല്ലാം അറിയുന്ന ആചാര്യനാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ആ ഗൗഡപാദർ ആചാര്യന്റെ ശിഷ്യനായ ഗോവിന്ദ ഭഗവത് പാദർ നർമ്മദാ നദീ തീരത്ത് ഓങ്കാരേശ്വരത്തുണ്ട്. ഈ ശങ്കരാചാര്യ സ്വാമികൾക്ക് ബാലശങ്കരന് ഗുരു ഗോവിന്ദ ഭഗവത് പാദരെ ഓങ്കാരേശ്വരത്തെ നർമ്മദാ നദിക്കരയിലെത്തി കാണാൻ കഴിഞ്ഞാൽ, ഗുരുവായി അദ്ദേഹത്തെ സ്വീകരിച്ചാൽ അങ്ങക്ക് വേണ്ട അറിവുകളെല്ലാം നേടാനാവുമെന്ന് സോമഭട്ടൻ എന്ന ആചാര്യൻ ആരോട് പറഞ്ഞു? ബാലശങ്കരനോട് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഇപ്പൊ പറഞ്ഞത്? എന്ന് പറഞ്ഞ ഒരു ആചാര്യൻ ബാലശങ്കരനോട് പറഞ്ഞു, കുഞ്ഞെ, ഇനിയും നിനക്കുള്ള അറിവുകൾ കിട്ടണമെങ്കിൽ സാധാരണ ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടാനില്ല. അപ്പൊ ഏറ്റവും പണ്ഡിതനായ ഒരാളിൽ നിന്ന് മാത്രമേ ഇനി അതൊക്കെ കിട്ടാനുള്ളൂ. അത് ആരെ കണ്ടാൽ കിട്ടും? ഗോവിന്ദ ഭഗവത് പാദർ. ഗുരു ഗോവിന്ദ ഭഗവത് പാദർ. അദ്ദേഹം എവിടെയാണ്? ഓങ്കാരേശ്വരത്താണ്. ഏത് നദിക്കരയിൽ? നർമ്മദാ നദിക്കരയിൽ. അവിടെ പോയി ഈ ആചാര്യനെ കാണുകയും ഗുരു ഗോവിന്ദ ഭഗവത് പാദർ ശിഷ്യനായി ശങ്കരനെ സ്വീകരിക്കുകയും ചെയ്താൽ, കുഞ്ഞെ, നിന്റെ ആത്മജ്ഞാനത്തിനുള്ള ആ തൃഷ്ണ, എല്ലാ അറിവുകളും നിനക്ക് നേടാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പം മുതല് ശങ്കരന്റെ മനസ്സിലെ എത്രയും പെട്ടെന്ന് ഓങ്കാരേശ്വരത്തെത്തണം. ആരെ കാണണം? ആരെ കാണണം? ഗോവിന്ദ ഗുരു ഗോവിന്ദ ഭഗവത് പാദരെ കാണണം. അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കണം. അദ്ദേഹത്തിൽ നിന്ന് ബ്രഹ്മജ്ഞാനത്തെ, ആത്മജ്ഞാനത്തെ അറിയണം. ഇതൊക്കെയായിരുന്നു അപ്പം മുതല് കുഞ്ഞു ശങ്കരന്റെ മനസ്സിലെ ആഗ്രഹം. അങ്ങനെ യാത്ര അവിടുന്ന് തുടങ്ങുകയാണ്. അങ്ങനെ ഓങ്കാരേശ്വരത്തെത്തുന്നു. അവിടെ വെച്ച് ഗുരുവിനെ കാണുന്നു. ആരാണ് നീ എന്ന് ചോദിക്കുമ്പോ ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികളെ ബാലശങ്കരൻ ഗുരുവിനോട് പറയുന്ന ഒറ്റ വാചകത്തിൽ നിന്ന് തന്നെ ഗുരുവിന് മനസ്സിലായി വന്നിരിക്കുന്നത് വെറും ഒരു ബാലനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിഷ്യനായി സ്വീകരിക്കുക. അടുത്ത കഥയിലേക്ക് പോയാല് ഇത്രയും കൂടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ ഒരു കഥയും കൂടെ പറയാമായിരുന്നു. ഗുരു കുലത്തിൽ വെച്ചുണ്ടായ ഒരു സംഭവം കൂടെ പറയണോ? അതോ നമുക്കിവിടെ നിർത്താമോ? ഒരു കഥയും കൂടെ കേൾക്കാമോ? ഒരു കഥ കൂടി കേൾക്കാം. ഒരു കഥ കൂടെ കേൾക്കണം ടീച്ചർ. ഒരു കഥയും കൂടെ കേൾക്കാം. അപ്പൊ ഈ കഥകളെല്ലാം 5 കഥ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ?
ഉണ്ട്. കഥ മുതലക്കടവിലെ കഥ ഓർമ്മയുണ്ടോ? മുതലക്കടവിലെ നമ്മളത് എല്ലാരും വരണം കേട്ടോ. അപ്പൊ എല്ലാരും കൂടെ വരുമ്പോ ഈ സ്ഥലം കാണുമ്പോ ഈ കഥയൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. അപ്പൊ അടുത്ത കഥയിലേക്ക് പോകാം. 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 ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികളെ ബാലശങ്കരനെ ഈ കുഞ്ഞ് ഒരു വെറും ഒരു കുട്ടിയല്ല എന്ന് മനസ്സിലാക്കിയ ഗുരു ഗോവിന്ദ ഭഗവത് പാദർ ശിഷ്യനായിട്ട് പ്രഥമ ശിഷ്യനായിട്ട് തന്നെ സ്വീകരിച്ച് അങ്ങനെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഗുഹയ്ക്കകത്തിലാണ് ഗുരു ഗോവിന്ദ ഭഗവത് പാദർ ധ്യാനത്തിലിരിക്കുന്നത്. ആ സമയത്ത് അതിഭയങ്കരമായ ഒരു മഴ വന്നു. മഴയില് നർമ്മദാ നദിയിലെ വെള്ളം, മഴ പെയ്യുമ്പം നദിയിലെ വെള്ളത്തിന് എന്തോ പറ്റും? വെള്ളം പൊങ്ങും. വെള്ളം ഒരു ക്രമത്തിലധികം പൊങ്ങിക്കഴിഞ്ഞാല് ആ മലയുടെ താഴ്വാരത്തുള്ള താഴെ ഉള്ള ഗുഹയിലാണ് ഗുരു ധ്യാനത്തിലിരിക്കുന്നത്. അപ്പം വെള്ളം പൊങ്ങിയാല് വെള്ളം എങ്ങോട്ട് കയറും? ഗുഹയിൽ ആരിയ്ക്കുന്നു? ഗുരു ഇരിക്കുന്നു. ഗുരു വെള്ളപ്പൊക്കത്തിലായി പോവുകയല്ലേ. മറ്റ് ശിഷ്യന്മാരെല്ലാം കൂടെ പറഞ്ഞു, നമുക്ക് ഗുരുവിനെ ധ്യാനത്തിൽ നിന്ന് വിളിച്ചുണർത്താം, അല്ലെങ്കിൽ നർമ്മദാ നദിയിലെ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, മഴ കഠിനമായ മഴയാണ്. അപ്പം വെള്ളം നർമ്മദാ നദിയിൽ നിന്നും ഗുഹയിലേക്ക് കയറി ഗുരു അപകടത്തിൽപ്പെടും, നമുക്ക് ഗുരുവിനെ ധ്യാനത്തിൽ നിന്ന് വിളിച്ചുണർത്താം എന്ന് പറഞ്ഞു. അപ്പം ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു, ഗുരു ധ്യാനത്തിലിരിക്കുമ്പോ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ബ്രഹ്മത്തിലിരിക്കുന്ന ആളിനെ തിരിച്ചു വിളിക്കാൻ പാടില്ല, ബ്രഹ്മഹത്യാഭാവം. അതുകൊണ്ട് ഗുരു ധ്യാനത്തിലിരിക്കട്ടെ, നമുക്ക് നർമ്മദാ നദിയിലെ വെള്ളം ഗുഹയിൽ കയറാതിരുന്നാ പോരായോ? അതിന് നമുക്കൊരു മാർഗം ഉണ്ടെന്ന് പറഞ്ഞ് സ്വന്തം കമണ്ഡലു എന്ന് പറഞ്ഞാൽ അറിയാമോ? കണ്ടിട്ടുണ്ടോ? ഒരു പൂത്തട്ടം കണ്ടിട്ടില്ലയോ നിങ്ങള്? പൂക്കളൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന പൂത്താലം, ഏകദേശം അതുപോലെ ഇരിക്കും. ശങ്കരാചാര്യ സ്വാമികളുടെ ഫോട്ടോ കാണുമ്പം അതിനകത്തിലുണ്ട് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന കമണ്ഡലു. അപ്പൊ ആ കമണ്ഡലു വെള്ളം കൊണ്ടുപോകുന്ന സാധനമാണ്. അപ്പൊ ആ കമണ്ഡലു എടുത്ത് ഗുഹയുടെ മുമ്പിലുണ്ടായിരുന്ന പാറപ്പുറത്ത് വെച്ചു. എന്നിട്ട് എല്ലാരോടും പറഞ്ഞു, നിങ്ങൾ ആരും ഇവിടെ കാവലിരിക്കണ്ട, കിടന്നുറങ്ങിക്കോളൂ, നർമ്മദാ നദിയിലെ വെള്ളം എത്ര പൊങ്ങിയാലും ഗുരുവിനൊരു അപകടവും വരികയില്ല എന്ന് പറഞ്ഞു. രാവിലെ എങ്കിലും ഒരു ശിഷ്യൻ പറഞ്ഞു, ഇല്ല ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും പോയി കിടന്നു. ഓരോരോ ഗുഹകളിലും മലയുടെ മുകളിലും ഒക്കെ പോയി അവരെല്ലാം കിടന്നു. രാത്രി നർമ്മദാ നദിയിലെ വെള്ളം പൊങ്ങുകയും വെള്ളം ഗുഹയ്ക്ക് സമീപം വരെ വരികയും ചെയ്തു. എന്നിട്ടോ ആ ജലത്തെ കമണ്ഡലുവിൽ ഒതുക്കി. ആ പ്രളയ ജലത്തെ കമണ്ഡലുവിലൊക്കെ 2 ഗ്ലാസ് വെള്ളമൊക്കെ കൊള്ളത്തുള്ളൂ. പക്ഷെ ഈ വന്ന പ്രളയ ജലത്തെ തന്റെ യോഗശക്തി കൊണ്ട് കുഞ്ഞു ശങ്കരൻ കമണ്ഡലുവിൽ ഒതുക്കി. ഇത് കണ്ട ശങ്കരന്റെ ഗുരു ഗോവിന്ദ ഭഗവത് പാദർക്കും ശിഷ്യന്മാർക്കും ഈ വന്നിരിക്കുന്ന ആള് നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലായി. ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ യോഗശക്തി കൊണ്ട് ഒരിക്കൽ പൂർണ്ണ നദിയെ അമ്മയുടെ അടുത്തൂടെ ഒഴുക്കാൻ പറ്റി, തന്റെ യോഗശക്തി കൊണ്ട്. ഇവിടെ ഗുരുവിന് അപകടം പറ്റാതെ നർമ്മദാ നദിയുടെ പ്രളയജലത്തെ കമണ്ഡലുവിൽ തന്റെ യോഗശക്തി കൊണ്ട് കുഞ്ഞു ശങ്കരൻ ഒതുക്കി. എല്ലാരും ക്ഷീണിതരായി. 6 കഥ കേട്ടു. ഓക്കെ, വളരെ സന്തോഷം. ക്ഷമയോടെ നിങ്ങളിത് കേട്ടതിൽ വളരെ സന്തോഷം. നമുക്കിന്നിവിടെ ഭഗവാന് സമർപ്പിക്കാം. എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നോ? ഇനി ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. ഭാരതത്തിന്റെ ആർഷ സംസ്കൃതിയെ ഭാരതത്തിലെമ്പാടും ഒരുപോലെ നിലനിർത്തുന്നതിന് വേണ്ടി 4 മഠങ്ങള്, 4 ആമ്നായങ്ങള്, അവിടുത്തെ
സന്യാസിമാരുടെ ചിട്ടകള്, അവിടുത്തെ ആപ്തവാക്യങ്ങള്, ഇതൊക്കെ നമുക്ക് പഠിച്ചിട്ടേ നമുക്ക് ശങ്കര സ്മൃതി ദിനത്തിൽ പോകാവൂ. അതൊക്കെ നിങ്ങൾ ഒരാള് അവിടെ പറയണം കേട്ടോ. അപ്പൊ ഇന്ന് 6 കഥയാണ് പറഞ്ഞത്. 6 കഥ നിങ്ങൾ ഹൃദയസ്ഥമാക്കണം. ഏപ്രിലിൽ ഞാനിത് പോസ്റ്റ് ചെയ്യാം. അപ്പൊ അതെല്ലാരും പഠിച്ചിട്ട് പറയണം. നമുക്ക് ഇത് ഭഗവാന് സമർപ്പിക്കാം. ഓക്കെ, സമർപ്പണത്തിനായിട്ട് ധ്യാൻ നായർ മോനെ ക്ഷണിച്ചുകൊള്ളുന്നു. കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഓ, അപ്പോഴേ വേന വാച ചൊല്ലുന്നതിനായിട്ട് ധ്യാൻ നായർ മോനെ പ്രത്യേക സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. വളരെ സന്തോഷം മോനെ. ഇനി രുദ്രാണി മോള് ശാന്തി മന്ത്രം ചൊല്ലണം. പൂർണ്ണം ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ജയശങ്കര. ശാന്തി ശാന്തി പറഞ്ഞാട്ട് മോളെ. ഓ ശാന്തി ശാന്തി ശാന്തി. വളരെ സന്തോഷം. അപ്പൊ ഇനി നമുക്ക് ജ്യോതിഷിയുടെ കയ്യിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ജ്യോതിഷി. വളരെ സന്തോഷം ടീച്ചർക്ക്. എന്തായാലും 2 മാസത്തിന് ശേഷമാണ് നമ്മുടെ ബാലശങ്കരൻ ക്ലാസ് വീണ്ടും പുനരാരംഭിച്ചത്. ടീച്ചർ വെളിയിലായിരുന്നു, UK മകനോടൊപ്പമായിരുന്നു. 2 മാസം, ഒരു 4 മാസക്കാലത്തോളം അവിടെ, 6 മാസക്കാലത്തോളം അവിടെയായിരുന്നു. അത് കാരണമാണ് കഴിഞ്ഞ 2 മാസം നമുക്ക് ക്ലാസ്സുകൾ നടത്താൻ സാധിക്കാതിരുന്നത്. എന്തായാലും ഇന്നത്തെ കഥകളും കാര്യങ്ങളൊക്കെ കൂട്ടുകാർ ശ്രമിച്ചു കാണുമല്ലോ. ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ആദിശങ്കര ജയന്തി ഈ വർഷത്തെ 2026 വരുന്നത് ഏപ്രിൽ മാസം 21-നാണ്. പക്ഷെ നമ്മൾ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ അത് ഏപ്രിൽ 19-ന് കാലടിയിലെ NSS കരയോഗ മന്ദിരത്തിൽ വെച്ച് ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഉഷ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കാലടിയിൽ വരുന്നവർക്ക് അവിടെ നമ്മൾ ശങ്കരപഥം എന്നുള്ളൊരു യാത്രയും കൂടെ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 3-4 പ്രാവശ്യമായിട്ട് നമ്മളത് യാത്രകൾ നടത്തിയിരുന്നു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ആദിശങ്കരാചാര്യ സ്വാമികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹം ജനിച്ച ഗൃഹവും അതേപോലെ അദ്ദേഹത്തിന്റെ പുണ്യപാദങ്ങൾ സ്പർശിച്ച ഇപ്പോൾ പറഞ്ഞ മുതലക്കടവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സന്ദർശിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാലടി, അതേപോലെ മുതലക്കടവ്, ശൃംഗേരി മഠം, പിന്നെ ശങ്കര സ്തൂപം, പിന്നെ മാണിക്യമംഗലം ക്ഷേത്രം, തിരുവല്ലമാതുള്ളി ക്ഷേത്രം, ആവണംകോട് സരസ്വതി ക്ഷേത്രം, പിന്നെ സ്വർണ്ണത്തുമന, നെല്ലിക്കയുടെ കഥ പറഞ്ഞില്ലേ, സ്വർണ്ണ നെല്ലിക്ക വീണെന്ന് പറഞ്ഞ ആ സ്വർണ്ണത്തുമന, അതേപോലെ മേൽപ്പാഴൂർ മന, പിന്നെ പാഴൂർ പെരുന്തിരിക്കോവിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെല്ലാവരും, അപ്പോൾ നമ്മളത് നടത്തുന്നത് ഏപ്രിൽ 18-ാം തീയതിയാണ്. ഏപ്രിൽ 18-ന് ശങ്കരപഥം യാത്രയും നടത്തുന്നുണ്ട്. രാവിലെ ആരംഭിച്ച് വൈകുന്നേരത്തോടെ തീരുന്ന യാത്രയാണ്. അതുപോലെ ഏപ്രിൽ 19-ാം തീയതി നമ്മുടെ ആദിശങ്കര ജയന്തി ശ്രീശങ്കര സ്മൃതി എന്നുള്ള പേരിലാണ് നമ്മൾ ഇപ്രാവശ്യം നടത്തുന്നത്. തീർച്ചയായിട്ടും കൂട്ടുകാരും എല്ലാവരും അതിനകത്ത് പങ്കെടുക്കണം. കാരണം ഇതിൻ്റെ എല്ലാ ആവശ്യം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അവരവരുടെ രക്ഷകർത്താക്കൾ കുട്ടികളെ കൂടി അതിൽ ആ യാത്രയിലൊക്കെ പങ്കെടുപ്പിക്കണം. അതുപോലെ ശങ്കര സ്മൃതിയിലും പങ്കെടുക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഉഷ ടീച്ചർ പറഞ്ഞ കാര്യം, കുട്ടികൾക്ക് അവിടെ 1 മണിക്കൂർ നേരം നിങ്ങളുടെ കഥകളും കൊച്ചു കഥകളും കവിതകളും ഒക്കെ കേൾക്കുവാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും, കാരണം എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ടൈം ആയിരിക്കും, ആ സമയത്ത് എല്ലാ കുട്ടികളും അത് പങ്കെടുക്കുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ബാലശങ്കരത്തിൻ്റെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. എല്ലാവരും ജയശങ്കര പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. നമസ്തേ. ജയശങ്കര, 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 ജയശങ്കര. ജയശങ്കര.
ഉഷ ടീച്ചർക്ക് പ്രത്യേകം നന്ദി, നമസ്കാരം. നമുക്ക് ഇനിയും തുടർന്ന് നമുക്ക് എല്ലാ മാസത്തിലെയും ഇതേപോലെ തന്നെ രണ്ടാമത്തെ ശനിയാഴ്ച നമ്മുടെ ബാലശങ്കര പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ കൂട്ടുകാരും അവരവരുടെ കൂട്ടുകാരെ കൂടെ ഇതിനകത്ത് പങ്കെടുപ്പിക്കുവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി ഉണ്ടാവട്ടെ. ജയശങ്കര, ജയശങ്കര. ഉം.